ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ ഒരു മഹത്തായ പ്രവൃത്തി, ഒരു വലിയ പ്രവൃത്തിയാണ് ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ നടക്കുവാനായിട്ട് പോകുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്കിത് വൈകുന്നേരമായിരിക്കാം, നിങ്ങളൊരു പക്ഷെ കാണുന്ന വൈകുന്നേരമായിരിക്കാം. എന്താണെങ്കിലും ശരി, കർത്താവ് ഒരു വലിയ മഹത്വകരമായ പ്രവൃത്തിയാണ് കർത്താവ് വെളിപ്പെടുത്താനായിട്ട് പോകുന്നത്. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. അത് എന്താ പറയുക, ദൈവത്തിൻ്റെ മഹത്വം അത് സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആ ഒരു ശക്തിയാലും കൃപയാലും സംഭവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്താൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ശക്തീകരിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് സാധ്യമാക്കി തീർത്തവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ആദ്യത്തേത് നമുക്ക് കോ സ്പോൺസേഴ്സ് ആണ്. നിത്യ ആൻഡ് നീതു രഞ്ജിത്ത് ഫ്രം ന്യൂജേഴ്സിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തങ്ങളുടെ മാതാപിതാക്കളുടെ ഡയബറ്റിക് നോർമലാകാൻ, മാതാവിൻ്റെ കാലിലെ വേദനയും വെരിക്കോസ് വെയിനും സൗഖ്യമാകാൻ, മക്കളായ എമി, നവമി, ജുവാന എന്നിവർക്ക് ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്തത് മുളവുകാട് നിന്ന് പ്രദീപ് ആൻഡ് ഫാമിലിയാണ്. ഇന്ന് ബ്രദർ പ്രദീപിൻ്റെയും അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ 25ാമത്തെ വിവാഹ വാർഷികമാണ്. വാവ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് രണ്ടുപേരെയും കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇളയ മകൻ്റെ 10ാം ക്ലാസ്സിലെ എക്സാമിന് ഉന്നത വിജയം ലഭിക്കുവാൻ, മൂത്ത മകന് അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കുവാനും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉയർച്ച ഉണ്ടാകേണ്ടതിനായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ ഇന്ന് കേൾക്കാനായി പോകുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഹൗ ടു മൂവ് ദ മൗണ്ടൻ ബിഫോർ യു. നിങ്ങളുടെ മുന്നിലുള്ള പർവ്വതത്തെ അല്ലെങ്കിൽ മലയെ എങ്ങനെ നിങ്ങൾക്ക് നീക്കാൻ സാധിക്കും. മല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നത്തെ, നിങ്ങളുടെ മുന്നിൽ മറികടക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആ കാര്യത്തെ എങ്ങനെ നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കും. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. കാപ്പിയോ ചായയോ ഒക്കെ എടുത്തു വെക്ക്, ബൈബിൾ നോട്ട്ബുക്ക് എടുക്ക്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളോട് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മറ്റുള്ളവരോട് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറയുക. ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുക. അവരൊക്കെ ഒന്ന് വിളിച്ചു പറയുക, മെസ്സേജ് അയക്കുക. കഴിഞ്ഞ ചില ദിവസങ്ങളായ റാഡിക്കൽ ഫെയ്ത്ത്, അൺകോമൺ ഫെയ്ത്ത്, അസാധാരണമായ വലിയ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വിശ്വാസമാണ് നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ മൂലധനം. പേഴ്സ് കാലിയാണേലും അടുക്കളയിൽ പാട്ടയ്ക്കകത്ത് 1 മണി അരിയില്ലേലും, വീട്ടിലാവശ്യമുള്ള ഒന്നുമില്ലേലും, ദാരിദ്ര്യത്തിന് നെല്ലിപ്പല കണ്ടാലും മുന്നിലേക്ക് ജീവിക്കാൻ കഴിയും. വിശ്വാസം ഉണ്ടായാൽ മതി, പ്രത്യാശ ഉണ്ടായാൽ മതി. എന്നാൽ വീട്ടിൽ സകലവുമുണ്ട്, എല്ലാ ജീവിത സാഹചര്യങ്ങളുമുണ്ട്, അനേക തലമുറകൾ തിന്നു തീർത്താലും തീരാത്ത സ്വത്തുണ്ട്. അകത്ത് വിശ്വാസമില്ലെങ്കിൽ, പ്രത്യാശയില്ലെങ്കിൽ അവരുടെ ജീവിതം നിലയ്ക്കും. ഒന്നുകിൽ ആത്മഹത്യയിലേക്കോ മറ്റെന്തെങ്കിലേക്കോ ഒക്കെ അവർ പോകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകർ എല്ലാവരും വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളായി മാറാനുള്ള വചന ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെസ്സേജുകളിലൂടെ നിങ്ങളിലേക്ക് ഹെവി ഡോസ് വിശ്വാസത്തിൻ്റെ ഇഞ്ചക്ഷൻ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുക. ചിലർക്കൊക്കെ ഡബിൾ ഡോസ് കിട്ടിക്കൊണ്ടിരിക്കും. ഹെവി ഡോസ് ഫെയ്ത്ത് ഇഞ്ചക്ഷൻ പരിശുദ്ധാത്മാവ് നൽകുന്ന നാളുകളാണിത്. ഈ വീക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, ദിവസങ്ങൾ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ലിങ്കുകൾ ദയവായി അയച്ചു കൊടുക്കുക. ഹാർവസ്റ്റ് കേരളത്തിൽ ഇത് കാണുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് കേൾക്കുന്നവർ കാണും, നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ ചാനലിൽ കാണുന്നവർ കാണും. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായി സുവിശേഷം 21-ാം അധ്യായം 21-22 വചനങ്ങളാണ്. മാത്യു 21 and 22. Jesus replied, "Truly I tell you, if you have faith and do not doubt, not only can you do what was done to the fig tree, but also you can say to this mountain, go throw yourself into the sea, and it will be done. If you believe, you will receive whatever you ask for in prayer."
അത്തിവൃക്ഷത്തെ ശപിച്ച കാര്യമാണ് നമ്മൾ ആദ്യം നോക്കിയത്. എന്തുകൊണ്ട് ശപിച്ചു? ശപിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായി? ഉടനെ ഉണങ്ങിയോ? പിറ്റേ ദിവസമാണ് ഉണങ്ങിയത്. നമ്മൾ കണ്ടു, ഉടൻ ഉണങ്ങി. പിറ്റേ ദിവസമായപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തി. അതുപോലെ നമ്മളും ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്താൽ ചിലത് സംഭവിക്കുമ്പോൾ ഉടൻ തന്നെ അതിൻ്റെ റൂട്ട് സിസ്റ്റത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. എന്നാൽ അത് ദൃശ്യമായ രീതിയിൽ, വിസിബിളായ രീതിയിൽ പ്രകടമായി വരുന്നതിന് ചിലപ്പോൾ അല്പം സമയം എടുത്തെന്നിരിക്കും. അതുകൊണ്ട് എല്ലാ അമ്മമാരോടും ചേച്ചിമാരോടും ചേട്ടന്മാരോടും അനുജന്മാരോടും അനുജത്തിമാരോടും കുഞ്ഞുങ്ങളോടും പ്രായമുള്ള അങ്കിൾമാരോട് ആൻറ്റിമാരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വിശ്വസിക്കുന്നത് നിർത്തിക്കളയരുത്. പ്രഖ്യാപിക്കുന്ന ഫെയ്ത്ത് കൺഫെഷൻ നിർത്തിക്കളയരുത്. നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ നിങ്ങളുടെ സഭയിലോ പലതിനെയും നശിപ്പിക്കുന്ന ഒരു അത്തിവൃക്ഷത്തെ പോലെ വളർന്ന് നിന്ന് സമയം പാഴാക്കുന്ന, സ്ഥലം പാഴാക്കുന്ന, പണം പാഴാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ നോക്കി പറയണം, അത് വേരോടെ ഉണങ്ങിപ്പോകട്ടെ, അതങ്ങ് പോകും. ഒത്തിരി പേർ അതിനാൽ രക്ഷപ്പെടും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചില സിസ്റ്റുകളോ ക്യാൻസറിൻ്റെ റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം, യേശുവിൻ്റെ നാമത്തിൽ നീ വേരോടെ കരിഞ്ഞു പോട്ടെ. രോഗങ്ങളെ നോക്കി അത് പറയണം. ദാരിദ്ര്യത്തെ നോക്കി പറയണം, വേരോടെ നീ ഉണങ്ങിപ്പോകട്ടെ. മദ്യപാനത്തെ നോക്കി പറയണം, വേരോടെ ആ മദ്യപാനശീലം ഉണങ്ങിപ്പോട്ടെ. ലഹരി മരുന്നിൻ്റെ അടിമത്തത്തെ നോക്കി പറയണം, വേരോടെ അതിൻ്റെ മുഴുവൻ ഉണങ്ങിപ്പോകട്ടെ. ഡിപ്രഷനെ നോക്കി പറയണം, അവരവർ പറയണം, മറ്റുള്ളവരുടെ ഡിപ്രഷൻ നോക്കി പറയണം, വേരോടെ അത് ഉണങ്ങിപ്പോകട്ടെ. ഒരുപക്ഷെ അല്പസമയം എടുത്തായാലും അതിൻ്റെ റിസൾട്ട് പൂർണ്ണതയിൽ എത്തും. എത്ര പേർ ആമേൻ പറയും? ഒത്തിരി പേര് ആമേൻ പറയുന്നുണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ കുറേ ആമേൻ അങ്ങിട്ടെ. നമ്മൾ ഒരുമിച്ചങ്ങ് ഇന്ന് യോജിക്കും. നമ്മളൊരു ഹോളിലിരുന്ന് പഠിക്കുമായിരുന്നെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചങ്ങ് ആമേൻ പറഞ്ഞാൽ മതി. പക്ഷെ ലൈവ് കാണുന്നവർ അവിടെ ഇരുന്നുകൊണ്ട് പറയുക, കൂടാതെ ലൈവ് ചാറ്റിൽ ആയിരക്കണക്കിന് ആമേൻ ഇടുക. എന്തിന്? നമ്മൾ പറയുന്നത് സംഭവിക്കും. ഇവിടെ യേശു അതിനുശേഷം ഉടൻ തന്നെ ശിഷ്യന്മാരെ ഒരു ഫെയ്ത്ത് ലെസൺ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കുള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ അത്തിവൃക്ഷത്തിന് സംഭവിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അതുപോലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കും. അതിൻ്റെ അർത്ഥം യേശു ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് വന്നിട്ട്, കണ്ടോ എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്നൊന്നുമല്ല യേശു പറയുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. ഹലോ, യേശു പറയാം, നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. അത്തിവൃക്ഷങ്ങളെ, പാഴ്മരങ്ങളെ, പാഴ്വേല ചെയ്യുന്നവരെ, റിസൾട്ട് ഇല്ലാത്തതിനെ, മറ്റുള്ളതിനെ കബളിപ്പിക്കുന്ന, ചതിക്കുന്നതിനെ നിങ്ങൾക്കും ഇതുപോലെ പറഞ്ഞ് ഉണക്കിക്കളയാം. ഉദാഹരണത്തിന് നല്ലൊരു കാര്യം പറയാൻ പോകും. ചില അപ്പനമ്മമാർക്കാണ് കുറേ നാളായിട്ട് മകൻ അല്ലെങ്കിൽ മകൾ മുറി അടച്ച് വാതിൽ ലോക്ക് ചെയ്ത് അകത്തിരിക്കുക. എന്താ പരിപാടി? കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഏതോ ഇൻ്റർനെറ്റ് ഗെയിംസിനോ ഇൻ്റർനെറ്റിലെ ഫോണോഗ്രഫിക്കോ ഇൻ്റർനെറ്റിലെ എന്തെങ്കിലുമൊക്കെ മൊബൈൽ ഗെയിംസിനൊക്കെ അഡിക്റ്റ് ആണ്. എത്ര ഉപദേശിച്ചിട്ടും രക്ഷയില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്നത്, നിങ്ങളുടെ മുറിയിൽ കയറിയിട്ട് പറയണം, എൻ്റെ മകനെ മകളെ ബാധിച്ചിരിക്കുന്ന ഈ അഡിക്ഷൻ യേശു അത്തിവൃക്ഷത്തെ ശപിച്ചപ്പോൾ ഉണങ്ങിപ്പോയതുപോലെ ഉണങ്ങിപ്പോകട്ടെ പറയണം. റിസൾട്ട് കാണുന്നവരെ പറഞ്ഞു. ആ വാക്കുകൾ, അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസത്തിൻ്റെ വാക്കുകൾ, അധികാരത്തിൽ പറയുന്ന വാക്കുകൾ നേരെ മകൻ്റെ മകളുടെ അകത്തേക്ക്, മനസ്സിലേക്ക് ചെന്ന് അവിടെ ഉണങ്ങാൻ തുടങ്ങും. കുറേ കഴിയുമ്പോൾ ഈ ഇൻ്റർനെറ്റ് ഗെയിംസ് അല്ലെങ്കിൽ ഈ മൊബൈൽ അഡിക്ഷനൊക്കെ അവർക്ക് തന്നെ ഒരു ആവേശം ഉണ്ടായി, ഒരു വെറുപ്പുണ്ടായി. അത് ഉണങ്ങി വാതിൽ തുറന്ന് പുറത്ത് വരും. അതല്ലാതെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയുള്ള എല്ലാ അത്തിവൃക്ഷങ്ങളെയും, പ്ലാവിനെയും മാവിനെയും തെങ്ങിനെയൊക്കെ ഉണക്കാനല്ല കർത്താവ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞത്, അത്തിവൃക്ഷം നമ്മൾ കണ്ടു. ഒന്ന്, ഇസ്രായേലിനെ കാണിക്കുന്നു, അവരുടെ മേലൊരു ശാപം വന്നു. രണ്ട്, ദേവാലയത്തിൻ്റെ മേലൊരു ശാപം വന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു, ഉണങ്ങി, തകർന്നു പോയി. ഇന്നുമില്ല.
നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദേവാലയം അവിടെ ഇല്ല. ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്ത്യകാല സംഭവങ്ങളുടെ ഭാഗമായി ദേവാലയം പണിയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ വട്ടമിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുന്നു. ഹലോ, ശ്രദ്ധിച്ചേ. എന്നാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചിലതിനെ അത്തിവൃക്ഷത്തെ ഉണക്കിയതുപോലെ ഉണക്കാൻ കഴിയും. ചില സോഷ്യൽ ഈവിൾസ്, സമൂഹത്തിലുള്ള ചില തിന്മകൾ, അതിനെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയണം, നീ പോട്ടെ. ഓക്കെ, പക്ഷെ അതിനോട് ചേർത്ത് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അത് മാത്രമല്ല, ബട്ട് ഓൾസോ യു ക്യാൻ സേ ടു ദിസ് മൗണ്ടൻ, നിങ്ങൾക്ക് ഈ പർവ്വതത്തോട് കൽപ്പിക്കാൻ കഴിയും. എന്ത്? കടലിലേക്ക് ചാടിപ്പോക, കടലിലേക്ക് അത് മാറിപ്പോകട്ടെ. അത് സംഭവിക്കും. പിന്നെ പറയുന്നു, ഇഫ് യു ബിലീവ് യു വിൽ റിസീവ് വാട്ട് എവർ യു ആസ്ക് ഫോർ ഇൻ പ്രേയർ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും. ഇന്നലെ നമ്മൾ കണ്ടത് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള ഭാഗത്ത് കർത്താവിൽ വിശ്വസിക്കാനും അല്ലെങ്കിൽ കർത്താവിനുള്ളതുപോലെ ദൈവത്തിനുള്ളതുപോലെ വിശ്വാസം വേണമെന്നൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രാർത്ഥനയിൽ അപേക്ഷിച്ചാൽ അത് കിട്ടിയെന്ന് വിശ്വസിക്കുക. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഫെയ്ത്ത്. ദിസ് ഇസ് ഓൾ അബൌട്ട് റാഡിക്കൽ ഫെയ്ത്ത്. ഭയങ്കരമായൊരു വിശ്വാസം ഉണ്ടാകേണ്ടതിന്. ഞാൻ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഏറ്റെടുക്കുമോ? പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ കൂടെയുള്ള സകല ശുശ്രൂഷകരോടും പോരാടി, ഞാൻ എനിക്ക് എതിരെ നിന്ന കൈസറോട് പോരാടി, അല്ലെങ്കിൽ വേറെയുള്ള രാജാക്കന്മാരോട് പോരാടി എന്നൊന്നുമല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതി. സോ ദിസ് ഈസ് എ ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. ഇത് വിശ്വാസത്തിൻ്റെ ഒരു കാര്യമാണ്. വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടത്തിന് വേണ്ടി ഇന്ന് വിശ്വാസികൾ എഴുന്നേൽക്കാമെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഈ പർവ്വതങ്ങളെ നീക്കുക, മൂവ് എ മൗണ്ടൻ. നിങ്ങൾ വിശ്വാസത്താൽ കൽപ്പിച്ചാൽ പർവ്വതം നീങ്ങിപ്പോ എന്നുള്ളത് യഹൂദന്മാരുടെ ഭാഷാ ശൈലിയിൽ ഒരു പ്രയോഗമായിരുന്നു. അതല്ലാതെ എവറസ്റ്റിനെ നീക്കാനോ ആൽപ്സ് പർവ്വതത്തെ നിൽക്കാനോ ഒന്നുമല്ല കർത്താവ് ഉദ്ദേശിച്ചത്. ആ സിയോൻ മല നീക്കുക, അതുപോലെ മറുരൂപമല മൗണ്ട് ടാബോർ, അതിനൊക്കെ ഒന്ന് വാഗൊണ്ട് പറഞ്ഞ് നീക്കി വെക്കുക എന്ന അർത്ഥത്തിലല്ല യേശു ഇത് പറഞ്ഞത്. മൂവിങ് എ മൗണ്ടൻ വാസ് എ മെറ്റഫോർ ഇൻ ജൂയിഷ് ലാംഗ്വേജ് ആൻഡ് ജൂയിഷ് ലിറ്ററേച്ചർ. അന്നത്തെ കാലത്തെ ഭാഷയിലുള്ളൊരു പ്രയോഗമാണ്. പർവ്വതങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അസാധ്യമായ ഒരു കാര്യം ചെയ്യുക. ഡു സംതിങ് ദാറ്റ് ഈസ് ഇംപോസിബിൾ. ഒരിക്കലും സാധിക്കില്ല എന്ന് പൂർണ്ണമായി എല്ലാവരും പറയുന്നൊരു കാര്യം സാധിക്കുന്നതിനെയാണ് മൂവ് എ മൗണ്ടൻ എന്ന ആ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ ഭൂമിയിലെ ഒരു പർവ്വതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്ന അർത്ഥത്തിലല്ല. പർവ്വതങ്ങൾ മാറ്റിയാൽ ഇക്കോസിസ്റ്റത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും, ഈ ഭൂമിക്ക് തന്നെ വ്യത്യാസം ഉണ്ടാകും. കർത്താവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഭംഗിയായിട്ടാണ്. മനുഷ്യൻ എന്തെല്ലാം ഇവിടെ പാറ പൊട്ടിച്ചും അത് ഈ രീതിയെല്ലാം എന്തെല്ലാം ഉണ്ടാക്കുക, അതെല്ലാം ഭൂമിയെ ബാധിക്കും, അന്തരീക്ഷത്തെ ബാധിക്കും. അതല്ല കർത്താവ് ഉദ്ദേശിച്ചത്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന അസാധ്യമായൊരു കാര്യം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ വാ കൊണ്ട് കൽപ്പിച്ചാൽ അതിനെ നീക്കാൻ കഴിയും. അതിനെ നീക്കുപോക്കുണ്ടാകും. ചിലർ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ടൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ നോക്കിക്കൊണ്ട് പറയുക, നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്ന വലിയ മല മാറും. ആര് മാറ്റും? ദൈവമല്ല മാറ്റാൻ പോകുന്നത്, ഞാനല്ല മാറ്റാൻ പോകുന്നത്, നിങ്ങൾ തന്നെ മാറ്റും. ആ ഒരു ഫെയ്ത്ത് ലെസനാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഹൗ ടു മൂവ് എ മൗണ്ടൻ ദാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മലയെ എങ്ങനെ മാറ്റാം? കുറച്ചുകൂടി നല്ല മലയാളത്തിൽ പറയാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അസാധ്യമായി നിൽക്കുന്ന, മുന്നിലേക്ക് വിടാതെ നിങ്ങളുടെ വഴി മുട്ടിച്ച് നിൽക്കുന്ന, ആകാശം മുട്ടെ നിൽക്കുന്ന ഭയങ്കരമായ ഒരു അസാധ്യ വിഷയത്തെ എങ്ങനെ അവിടെ നിന്ന് എടുത്തു മാറ്റി മുന്നിലേക്ക് യാത്ര ചെയ്യാം, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത് 1 കൊരിന്ത്യർ 13-ാം അധ്യായം 2-ാമത്തെ വചനത്തിലാണ്. 1 Corinthians chapter 13 verse number 2. If I have the gift of prophecy and can fathom all mysteries and all knowledge, and if I have a faith that can move mountains.
ബട്ട് ഡു നോട്ട് ഹാവ് ലവ്, ഐ എം നത്തിങ്. സ്നേഹത്തെക്കുറിച്ചാണ് അധ്യായം പറയുന്നതെങ്കിലും ഞാൻ ഇവിടെ കോണ്ടെക്സ്റ്റിൽ ഈ സന്ദർഭത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യുക. ഹാവ് എ ഫെയ്ത്ത് ദാറ്റ് ക്യാൻ മൂവ് മൗണ്ടൻസ്. പർവ്വതങ്ങളെ നീക്കുവാനുള്ള വിശ്വാസം. എഴുതി വെക്കണം, അണ്ടർലൈൻ ചെയ്യണം, ലൈവ് ചാറ്റിലിടണം. A faith that can move mountains. പർവ്വതങ്ങളെ എങ്ങനെയാണ് മാറ്റുന്നത്? എത്ര ബുൾഡോസറുകൾ വേണം? എന്തെല്ലാം തുരങ്കങ്ങൾ ഉണ്ടാക്കണം? എങ്ങനെ ഇത് പൊട്ടിക്കണം? ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊന്നും ചിന്തിക്കണ്ട. ഹാവ് ഫെയ്ത്ത്, ദാറ്റ്സ് ഓൾ. ബൈ ഫെയ്ത്ത് യു ക്യാൻ മൂവ് മൗണ്ടൻസ്. ഒരു വലിയ പർവ്വതത്തെ മുന്നിൽ നിന്നും മാറ്റുവാൻ നിങ്ങൾക്കാകെ വേണ്ടത് കാശല്ല, മസിലല്ല, വിശ്വാസമാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഭയങ്കര വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു പ്രശ്നം, കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ജോലിയിൽ പ്രശ്നം, മക്കളുടെ പ്രശ്നം, മരുമക്കളുടെ പ്രശ്നം, കൊച്ചുമക്കളുടെ പ്രശ്നം, ആകെ പ്രശ്നം. ഒരു വലിയ മല എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരത്തിൽ നിൽക്കുക. ഒരിക്കലും ആർക്കും ഇത് മാറ്റാൻ സാധ്യമല്ല. കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഹൃദയത്തിൽ സംശയിക്കാതിരുന്നാൽ, ആ മലയോട്, ആ അസാധ്യമായ കാര്യത്തോട്, നിന്റെ മുമ്പിൽ വഴിമുട്ടിച്ച് നിൽക്കുന്ന ആ പ്രശ്നത്തോട് നീ സംസാരിച്ചാൽ അത് മാറിപ്പോവും. ക്ലിയർ? എല്ലാവരും പറഞ്ഞ വിശ്വാസത്താൽ. ഉറക്കെ പറ, വിശ്വാസത്താൽ. പല പ്രാവശ്യം പറ, വിശ്വാസത്താൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മല മാറിപ്പോകും. എ ഫെയ്ത്ത് ദാറ്റ് ക്യാൻ മൂവ് മൗണ്ടൻസ്. പലതരം വിശ്വാസങ്ങളുണ്ട്. അതിലൊരു കാറ്റഗറിയിലുള്ള, ഒരു ക്ലാസ്സിലുള്ള വിശ്വാസമാണ് പർവ്വതങ്ങളെ മാറ്റുന്ന വിശ്വാസം. പറഞ്ഞേ, പർവ്വതങ്ങളെ മാറ്റുന്ന വിശ്വാസം. ഞാൻ ശുശ്രൂഷയ്ക്കിറങ്ങിയ കാലഘട്ടം മുതൽ ഇതുവരെ ഒന്നല്ല, നിരവധി പർവ്വതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയില്ല, എല്ലാം തീർന്നു, ഇനി മുന്നോട്ട് വഴിയില്ല, തീർന്നു, ഇവിടെ വെച്ച് ക്ലോസ് ആയി എന്ന് ചിന്തിക്കുന്ന രീതിയിൽ പലതും എൻ്റെ മുമ്പിൽ വന്ന് ഭയങ്കരമായ മലയായി നിന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹാകൃപയാൽ, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, പർവ്വതങ്ങളെ മാറ്റുന്ന വിശ്വാസം അകത്ത് വന്നപ്പോൾ വായ് തുറന്ന് ഞാനും പലപ്പോഴും കൂടെയുള്ള പലരും ചേർന്ന് മലകളെ നോക്കി സംസാരിച്ചു, കൽപ്പിച്ചു, നീങ്ങാൻ പറഞ്ഞു. അപ്പോൾ അതങ്ങ് നീങ്ങി നീങ്ങി പിന്നെ നോക്കുമ്പോൾ മലയില്ല, ഒരു കുന്നു പോലും ഇല്ല, അവിടെ ഒരു മൊട്ടക്കുന്ന് പോലും ഇല്ല. എല്ലാം വഴി മാറി. ഇതുവരെ കർത്താവ് നമ്മെ നടത്തി. 28ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കാൻ കർത്താവ് നമ്മളെ കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചല്ലോ. നിങ്ങളുടെ മുമ്പിലുമുള്ള പർവ്വതങ്ങൾ മാറിപ്പോകും. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ എല്ലാവരും ചെയ്യുന്ന പരിപാടി, മുമ്പിൽ ഒരു വലിയ അസാധ്യമായൊരു വിഷയം വന്നാൽ, പർവ്വതം വന്നാൽ, ആകെ ഉടൻ തന്നെ ചെയ്യുന്നത്, കർത്താവേ രക്ഷിക്കണമേ, ഈ മല എൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിത്തരണമേ. ഇതാണ് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഒരു മലയുണ്ടെങ്കിൽ ഇത് എന്നോട് മാറ്റാൻ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. കർത്താവ് പറഞ്ഞത് വ്യക്തമായ എൻ്റെ അർത്ഥം ഇതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ട. മല മാറ്റണമേ, മല മാറ്റണമേ, മല മാറ്റണമേ, എനിക്ക് മുന്നിലേക്ക് പോകണം. പ്രാർത്ഥിക്കണ്ട. യു സ്പീക്ക് ടു ദ മൗണ്ടൻ. Don't speak about the mountain to God. You speak to the mountain about your big God. ക്ലിയർ അല്ലേ? കർത്താവ് പറഞ്ഞത് കർത്താവിനോട് മല മാറ്റാനായിട്ട് പറയാൻ, കർത്താവേ നീ വന്നിട്ട് ഇതൊന്നും മാറ്റിത്ത എന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ സംസാരിക്കുക. എന്തിനോട്? മലകളോട്. യു സ്പീക്ക് ഫെയ്ത്ത്. അത് മാറും, മാറിത്തരും. എൻ്റെ നാമത്തിൽ പറ, മാറ്റിത്തരും, മാറിത്തരും. സാധാരണ മല എന്ന് പറയുമ്പോൾ ഭയങ്കരമായി ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊക്കെയല്ലേ അത് നിൽക്കുന്നത്. എന്നാൽ മലയെ മാറ്റുന്നൊരു വിശ്വാസം ദൈവം അകത്ത് തന്നിരിക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്നത് മാറിപ്പോ. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ എല്ലാവർക്കും അറിയാമല്ലോ. സൺഡേ സ്കൂൾ മുതൽ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ സൺഡേ സ്കൂളിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചിലർക്ക്
പഴയ നിയമം വായിച്ചിട്ടില്ല, അടുത്തിടെയൊക്കെ ബൈബിൾ കയ്യിൽ പിടിച്ച് വായിക്കാൻ തുടങ്ങിയവർക്ക് ആരാണ് ദാവീദ്, ആരാണ് ഗോലിയാത്ത് എന്ന് അറിഞ്ഞുകൂടായിരിക്കാം. ദാവീദ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി തീരാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. അവൻ്റെ ബാല്യകാലത്ത് അന്ന് രാജാവായിട്ടുള്ളത് ശൗൽ എന്ന് പറയുന്ന ഒരു രാജാവ്, സോൾ ആയിരുന്നു രാജാവ്. അദ്ദേഹത്തിൻ്റെ പിടിപ്പുകേടും അനുസരണക്കേടും കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. ഫെലിസ്ത്യന്മാർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. അതിലൊരു മല്ലനായി ഏകദേശം ഒരു 9 അടിയിലധികം പൊക്കമുള്ള ഒരു വലിയൊരു അജാനുബാഹുവായൊരു മനുഷ്യൻ ഗോലിയാത്ത് മുമ്പിൽ വന്ന് 40 ദിവസം ഇവർക്കെതിരെ വന്ന് വെല്ലുവിളിച്ചു. നേരിടാൻ പറ്റിയ ഒരാൾ ഇറങ്ങി വാ. ആർക്കും ധൈര്യമുണ്ടായില്ല. എല്ലാ ഇസ്രായേൽ പടയും തിരിച്ചോടി. ശൗലിനും അന്നത്തെ രാജാവിന് ആർക്കും ധൈര്യമില്ല. ആ സമയത്താണ് ചെറുപ്പക്കാരനായ ബാലനായ ദാവീദ് അഭിഷേകത്തിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വാസവുമായി ആ രംഗത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്ന സമയത്ത് ഇത്രയും വലിയ ദാവീദ് ഒരുപക്ഷെ 5-5.5 കൂടിപ്പോയ 6 അടി തന്നെ ഉണ്ടോയെന്നറിയില്ല, വളർന്നു വരുന്ന പ്രായമാണ്. എന്നാൽ ഈ മനുഷ്യൻ 9 അടിയിൽ അധികം ഉയരമുള്ള, അവിടെ വർണ്ണിച്ചിട്ടുണ്ട് അതിൻ്റെ അവൻ കൊണ്ടുവന്നിരിക്കുന്ന ആയുധങ്ങളുടെ തൂക്കവും വലിപ്പവും എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഗോലിയാത്ത് ഒരു വലിയ പർവ്വതം പോലെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ദാവീദ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് ഒറ്റ കരച്ചിൽ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, ഇത്രയും വലിയ ഈ ഗോലിയാത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് എന്നെയും ഈ രാജ്യത്തെയും രക്ഷിക്കണമേ എന്ന് പറയും നെഞ്ചത്തടിച്ച് വീണുകിടന്ന ഉരുണ്ട കാറി കൂവി ദാവീദ് കരഞ്ഞു. ശരിയാണോ? അല്ല, ദാവീദ് അത് ചെയ്തില്ല. ദാവീദ് കരഞ്ഞില്ല, ദാവീദ് ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചില്ല, ഒന്നും ചെയ്തില്ല. പകരം നാം കാണുന്നത് ദാവീദ് നേരിട്ട് ഗോലിയാത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. ആ ഭാഗം എഴുതി വെച്ചു, സമയമില്ലാത്തതുകൊണ്ടെല്ലാം വായിക്കുന്നില്ല. 1 ശമൂവേൽ 17-ാം അധ്യായം 45 മുതൽ 47 വരെ. 1 Samuel chapter 17, 45 up to 47. അവിടെ ഈ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തിനോടാണ് അവൻ സംസാരിക്കുന്നത്, ദൈവത്തോടല്ല. പർവ്വതം മുമ്പിൽ നിൽക്കുമ്പോൾ, അസാധ്യമായ ഒരു കാര്യം നിൽക്കുമ്പോൾ ദൈവത്തോടല്ല സംസാരിക്കുന്നത്, ആ പ്രശ്നത്തോടാണ് സംസാരിക്കേണ്ടത്. യേശു വൃക്ഷത്തോട് സംസാരിച്ചു. ഈ യേശു വൃക്ഷത്തോട് നിന്നിൽ ഒരിക്കലും ഫലമില്ലാതെ പോകട്ടെ എന്ന് വൃക്ഷത്തെ നോക്കി സംസാരിക്കുമ്പോൾ യുക്തിവാദികളോ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പരിഹാസമായി കാണുന്നവരൊക്കെ നിരീശ്വരവാദികളൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ കുറേ നാളായിട്ട് ഈ പുള്ളി ഒരല്പം ലൂസായിട്ട് നടക്കുകയാണ്. കാരണം നമ്മളൊക്കെ മനുഷ്യരോടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുന്നത്. ഇതൊരു വൃക്ഷത്തെ നോക്കി സംസാരിക്കുന്ന യേശുവിന് സമനില തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മളും സാധാരണ ദൈവത്തോട് സംസാരിക്കും, മനുഷ്യരോട് സംസാരിക്കും. നമ്മൾ പലപ്പോഴും സംസാരിക്കാൻ മടിക്കുന്നത് എന്തിനോടാണ്? പ്രശ്നങ്ങളോട് നമ്മൾ സംസാരിക്കാറില്ല, രോഗങ്ങളോട് നമ്മൾ സംസാരിക്കാറില്ല, വൃക്ഷങ്ങളോട് സംസാരിക്കാറില്ല, പ്രപഞ്ചത്തോട് സംസാരിക്കാറില്ല, മൃഗങ്ങളോട് സംസാരിക്കാറില്ല. പക്ഷെ സംസാരിക്കാൻ സാധിക്കുമെന്നാണ് വചനം പറയുന്നത്. സംസാരിച്ചാൽ ചിലത് സംഭവിക്കും. അവൻ ആ ഗോലിയാത്തിനെ നോക്കിക്കൊണ്ട്, ആ സാഹചര്യങ്ങളെ, പ്രശ്നത്തെ, മലയെ നോക്കി അവൻ സംസാരിച്ചു. അതിനു മുമ്പ് ഗോലിയാത്ത് കുറെ വെല്ലുവിളികളൊക്കെ ഇറക്കിയായിരുന്നു. എന്നാൽ തിരിച്ച് ദാവീദ് അതിശക്തമായി ഒരു വെല്ലുവിളി, നീ വലിയ വാളും പരിചയം കുന്തമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. എന്നിട്ട് ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നു. ഇന്ന് ദൈവം നിന്നെ എൻ്റെ കയ്യിൽ തരും. ഞാൻ നിന്റെ തല കട്ടിയും. എന്നിട്ട് നിന്നെയൊക്കെ പക്ഷികൾക്ക് ഭക്ഷണമായി ഞാൻ ഇട്ടുകൊടുക്കും. ഇതാരോടാ സംസാരിക്കും? ദൈവത്തോടല്ല, മനുഷ്യർ മറ്റുള്ളതിനൊന്നുമില്ല. മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രശ്നത്തോട് ദാവീദ് സംസാരിച്ചു. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. പ്രശ്നങ്ങളോട് സംസാരിക്കുക, രോഗത്തോട് സംസാരിക്കുക, വിട്ടുപോ. ദാരിദ്ര്യത്തോട് സംസാരിക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, നിനക്കിവിടെ കട്ടിലില്ല. ദാരിദ്ര്യമേ, നിനക്ക് എൻ്റെ സോഫയിൽ വന്നിരിക്കാൻ സാധ്യമല്ല, എൻ്റെ കിച്ചണിൽ കയറാൻ സാധ്യമല്ല, ഇറങ്ങിക്കോ. ഇവിടെ ദൈവത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ അധിവാസം ഉണ്ടാകട്ടെ, സാന്നിധ്യം ഉണ്ടാകട്ടെ. വാ കൊണ്ട് പറയണം, റിസൾട്ട് വരും.
ഇത് വത്സമ്മ മാത്യു. ഓക്കെ. താനിപ്പോൾ കുവൈറ്റിൽ നിന്നാണ് വന്നത്. തൻ്റെ മകൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്, ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പറയുന്ന സാക്ഷ്യം, തൻ്റെ മകന് 3.5 വയസ്സ് മുതൽ ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഏകദേശം 14 വയസ്സ് വരെ ഈ ആസ്മയുടെ പ്രോബ്ലം ആയിരുന്നു. തനിക്ക് എന്തെങ്കിലും സ്മെല്ല് ചെയ്യാൻ പറ്റില്ല, അത് പലതരത്തിലുള്ള അലർജികളും ഇതിനോടൊപ്പം വന്നു. അതിനിടയ്ക്ക് താൻ ഈ പ്രാർത്ഥനാ വിഷയം വെച്ചിട്ട് താൻ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. ഓക്കെ. അതിന് ആ എപ്പിസോഡ് വന്നു. അതിനുശേഷം പറയുന്നത്, ഒരു ദിവസം ഇതുപോലെ തന്നെ ബ്ലെസ്സിൻ്റെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഡാമിബദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആസ്മയുടെ പ്രോബ്ലം ആയിരിക്കുന്ന പല വ്യക്തികളെയും ഇന്ന് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആൻറ്റി ചെയ്ത്, അത് എൻ്റെ മകനെ കുറിച്ചാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞ് അത് ആൻറ്റി ഏറ്റെടുത്തു. അതിനുശേഷം ഈ നിമിഷം വരെ, ഇന്ന് മകൻ +2-നാണ് ചേർന്നിരിക്കുന്നത്. തൻ്റെ മകൻ്റെ ആ 3.5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആ ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല എന്നാണ് ആൻറ്റി പറയുന്നത്. ഇത് സൗഖ്യം ലഭിക്കുന്നത് കുവൈറ്റിൽ വെച്ചാണോ അതോ? കുവൈറ്റിലാണ് കുട്ടികൾ പഠിക്കുന്നത് അവിടെ. ഓക്കെ. അവിടെ വെച്ചാണ് ഈ സൗഖ്യം ലഭിച്ചത്. അപ്പോൾ എത്ര വർഷം ഇപ്പോൾ സൗഖ്യം ലഭിച്ചിട്ട് എത്ര നാളായി? ഞാൻ 2014 തൊട്ടായി പ്രോഗ്രാം കാണാൻ തുടങ്ങി, കുവൈറ്റിൽ ഇരുന്നോണ്ട്. ഓക്കെ. 2014 ആ സമയത്താണ് ഈ സൗഖ്യം ലഭിച്ചത്. 2014. ഇത്രയും വർഷങ്ങളിൽ പിന്നീട് ആ രോഗം വന്നിട്ട്, ആസ്മ രോഗം വന്നിട്ട് ഇന്നും ഇതുപോലെ ഇതിവിടെ ആരോഗ്യ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇനി തിരിച്ചു വരാത്ത രീതിയിൽ ചില രോഗങ്ങൾ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്നും പോകുന്ന ദിവസമാണ്. ആൻറ്റി 2014 ഈ ബ്ലെസ്സിൻ്റെ കൂടെ കാണാൻ തുടങ്ങിയത്. അന്ന് താൻ ഇവിടെ എറണാകുളത്ത് നിന്ന് ഒരു പ്രയർ ഡയറി അങ്ങോട്ട് വരുത്തിച്ചു. അതിനുശേഷം തൻ്റെ മകളുടെ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് ഡൽഹിയിലോട്ട് അയച്ചിരുന്നു. ഓക്കെ. അത് അയച്ചതിന് ശേഷം അവിടുത്തെ ഏജൻറ്റ് വിളിച്ചു പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, കാണാനില്ല എന്നെല്ലാം പറഞ്ഞു. പുതിയതിന് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നെല്ലാം പറഞ്ഞു. ആ സമയത്ത് ആൻറ്റി ഇത് പ്രാർത്ഥനാ ഡയറിയിൽ ഈ പ്രാർത്ഥന വിഷയം എഴുതി വെച്ചു. കൂടാതെ പ്രയർ കോൾ സെൻ്ററിലോട്ട് വിളിക്കുകയും ചെയ്തു. അതിന് ഇടയ്ക്കാണ് ഇതുപോലെ ഒരു ദിവസം ബ്ലെസ്സിൻ്റെ പ്രോഗ്രാമിൽ ക്ഷമാ സിസ്റ്റർ ഇതുപോലെ പ്രാർത്ഥിക്കുന്നു, സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു സഹോദരിക്ക് സർട്ടിഫിക്കറ്റുകൾ തിരിച്ച് ലഭിക്കാൻ പോവുകയാണെന്ന്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഏജന്റ് വിളിച്ചു പറഞ്ഞു, അത് നഷ്ടപ്പെട്ടിട്ടില്ല, തനിക്ക് അത് തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞൊരു മറുപടി. കാണാതെ പോയതിനെ കണ്ടെത്തി. അന്നും ആന്റി ഇതുപോലെ നന്ദി സൂചകമായിട്ട് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. ആന്റി പറയുന്നത് ഏകദേശം 3-4 എപ്പിസോഡുകൾ താൻ സ്പോൺസർ ചെയ്തു. ലിയയുടെ ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ താൻ അംഗമാണ്. ഇന്നിവിടെ ഒരു സ്പോൺസറാണ് ആന്റി. ഓക്കെ, ഗ്രേറ്റ്. മാത്രമല്ല തൻ്റെ മകന് +2-ന് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാവണം എന്നുള്ളൊരു ആഗ്രഹം ആൻറ്റിക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി താൻ പ്രയർ ഡയറിൽ എഴുതി വെച്ചു. ആൻറ്റി പറയുന്നത് 85% മാർക്കോട് കൂടി തൻ്റെ മകൻ പാസ്സായി എന്നാണ് പറയുന്നത്. ഇന്ന് ഇവിടെ ആൻറ്റി കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് തൻ്റെ മകനെ ഇവിടെ കോളേജിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കൈനീട്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നിൻ്റെ മകളെ ഇത്രത്തോളം 2014 മുതൽ ദൈവം ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചെയ്ത എല്ലാറ്റിനുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവിക ശുശ്രൂഷയിലും ഈ സഹോദരി പങ്കാളിയായി തീർന്നല്ലോ. ഞങ്ങളിപ്പോൾ അങ്ങയുടെ നാമത്തിൽ നിന്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല അഡ്മിഷൻ കൊടുക്കണമേ. തൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ഇത്രയും പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും ഈ നിൻ്റെ മകളുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷിയായി മാറിയത് നിമിത്തമുള്ള നന്മകളും അനുഗ്രഹങ്ങളും കുടുംബം മുഴുവൻ വന്ന് നിറയട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹോദരിയോട് ഇങ്ങനെ പറയുന്നു, അനേകർക്കൊരു വെളിച്ചമായി ഞാൻ നിന്നെ മാറ്റുകയാണ് എന്ന് വെച്ചാൽ നിൻ്റെ ചുറ്റിലുമുള്ള അനേകർക്ക് ഒരു പ്രകാശമായി നീ മാറുകയാണ്. ഇരുളിലിരിക്കുന്നവർക്ക് ഒരു പ്രകാശം, അവർക്ക് വേണ്ട ചില ആലോചനകൾ പറഞ്ഞു കൊടുക്കുവാൻ, ദൈവിക വഴികളിൽ ചിലരെ നടത്തുവാനും ദൈവം നിനക്കൊരു കൃപ തന്നിട്ടുണ്ട്, ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. കർത്താവ് കൂടുതൽ ശുശ്രൂഷകളാൽ നിറയ്ക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ മാറിപ്പോകട്ടെ, ദാരിദ്ര്യം മാറിപ്പോകട്ടെ. നിങ്ങൾ തന്നെ കൽപ്പിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ വലിയ മിറക്കിൾസ് നടക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്നത് പോലെ
നമ്മുടെ 24/7 ചാനൽ നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ കാണാൻ കഴിയും. നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഏത് സമയത്ത് കാണാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം. ബൈ.